ഹായ് ഓൾ, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC, ബാങ്ക്, RRB പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: A salary is 20% മോർ ദാൻ B സാലറി. ഹൗ മച്ച് ബി സാലറി ഈസ് ലെസ് ദാൻ എ സാലറി. അപ്പോൾ നോക്കി, എയുടെ സാലറി എന്ന് പറയുന്നത് ബിയുടെ സാലറിനേക്കാളും 20% കൂടുതലാണ്, 20% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ സാലറി എയുടെ സാലറിയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പോൾ എയ്ക്കാണ് സാലറി കൂടുതലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിക്ക് സാലറി കുറവായിരിക്കുമല്ലോ. അത് എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം, ഇവിടെ എയുടെ സാലറി എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 20% കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 20%ൻ്റെ ഫ്രാക്ഷൻ ഫോം എഴുതാം. 20% ഫ്രാക്ഷൻ ഫോം എന്താണ്? 1/5. അപ്പോൾ ആരുടെ സാലറി കൂടുതൽ? എയ്ക്കല്ലേ സാലറി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് 20%ൻ്റെ ഫ്രാക്ഷൻ ഫോം 1/5 ആണ് എന്ന് പറഞ്ഞാൽ ബിയുടെ സാലറി 5 ആണെങ്കിൽ എയുടെ സാലറി എന്തായിരിക്കും? 6 ആയിരിക്കും. കാരണം 1 കൂടുതലാണ്. കാരണം ഈ 5ൻ്റെ 20% ആണ് 1 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ സാലറി 5 ആയിരിക്കും, എയുടെ സാലറി 6 ആയിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ മീനിങ്. അപ്പോൾ നോക്കുക, എയുടെ സാലറി ബിയുടെ സാലറിയൊക്കെ 20% കൂടുതലാണ്. അപ്പോൾ ബിയുടെ സാലറി 5 ആണെങ്കിൽ എയുടെ സാലറി എന്തായിരിക്കും? 5 + 1 6 ആയിരിക്കും. ഇനി എന്താ ചോദ്യം? അങ്ങനെയാണെങ്കിൽ ബിയുടെ സാലറി എന്ന് പറയുന്നത് എയുടെ സാലറിയേക്കാൾ എത്ര കുറവായിരിക്കും എന്ന് വെച്ചാൽ എയുടെ സാലറിയേക്കാൾ എത്ര കുറവാണെന്ന് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ സാലറി അടിയിൽ എഴുതുക. എത്ര? 6. എത്ര കുറവാ? 1 കുറവാ. ഇൻറ്റു 100 എടുത്ത് നമ്മുടെ ആൻസർ 1/6 × 100. ഇനി 100/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രാക്ഷൻ ഫോം എന്തായിരിക്കും? 1/6ൻ്റെ ഫ്രാക്ഷൻ ഫോം എന്താണ്? 16 2/3 ആണ്. ആൻസർ 16 2/3%. കാരണം 1/6 എന്ന് പറയുന്നത് 16 2/3%ൻ്റെ ഫ്രാക്ഷൻ ഫോമാണ്. 1/6 × 100 എന്ന് പറയുമ്പം അത് 16 2/3% ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ഫോംസ് ഒക്കെ പഠിച്ചു വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: എ സാലറി ഈസ് 20% ലെസ് ദാൻ ബി സാലറി. ഹൗ മച്ച് ബി സാലറി ഈസ് മോർ ദാൻ എ സാലറി. അപ്പോൾ എയുടെ സാലറി കുറവാണ്, അങ്ങനെയാണെങ്കിൽ ബിയുടെ സാലറി കൂടുതലായിരിക്കും. അത് എത്ര കൂടുതലാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എത്രയാണ്? 25%. 25%ൻ്റെ ഫ്രാക്ഷൻ ഫോം എന്താണ്? 1/4. അപ്പോൾ ചോദ്യം പറഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കി. എയുടെ സാലറി ഈസ് 25% ലെസ് ദാൻ ബി സാലറി. അപ്പോൾ എന്താണ്? ബിയുടെ സാലറി 4 ആണെങ്കിൽ എയുടെ സാലറി എന്തായിരിക്കും? 1 കുറഞ്ഞിട്ട് 3 ആയിരിക്കും. കാരണം 25% ലെസ് ദാൻ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ബിയുടെ സാലറി 4 ആണെങ്കിൽ എയുടെ സാലറി 3 ആയിരിക്കും. അപ്പോൾ എയുടെ സാലറി 3, ബിയുടെ സാലറി 4. ഇങ്ങനെ എടുക്കുക. ഇനി എന്താ ചോദ്യം? നേരെ തിരിച്ചല്ലേ? ബിയുടെ സാലറി എയുടെ സാലറിയേക്കാൾ എത്ര കൂടുതലായിരിക്കും? എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. അതെന്ന് പറഞ്ഞാൽ എയുടെ സാലറിയുടെ എത്ര പെർസെൻറ്റേജാണ് കൂടുതലെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ? എയുടെ സാലറി 3 അടിയിൽ എഴുതും, ഇൻറ്റു 100. അപ്പോൾ 1/3 × 100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3 എന്ന് പറയുന്നത് ഏത് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ ഫോമാണ്? 33 1/3%ൻ്റെ ഫ്രാക്ഷൻ ഫോമാണ്. ഓക്കെ, അപ്പോൾ ബിയുടെ സാലറി എയുടെ സാലറിക്ക് എത്ര ശതമാനം കൂടുതലായിരിക്കും? 33 1/3% കൂടുതലായിരിക്കും. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.